Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. Time is running out. Time is running out. പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനെ നമ്മൾ time is running out എന്നാണ് പറയുക. ഓക്കെ, ഈ സെന്റൻസിനെ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം അങ്ങനെയും പറയാം. അതായത് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഞാനത് വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഞാനത് വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഐ ട്രൈഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഐ ട്രൈഡ് ഇറ്റ്, ഞാൻ ശ്രമിച്ചു, അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും. ഞാനത് പല പ്രാവശ്യം ശ്രമിച്ചതാണ്. ഞാനത് പല പ്രാവശ്യം ശ്രമിച്ചതാണ്. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് സെവറൽ ടൈംസ്. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് സെവറൽ ടൈംസ്. പല പ്രാവശ്യം അല്ലെങ്കിൽ പല തവണ എന്നതിനെ നമ്മൾ സെവറൽ എന്നാണ് പറയുക. SEVERAL. സെവറൽ എന്ന് പറയുന്നത് സെവറൽ. സെവറൽ. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് സെവറൽ ടൈംസ്. ഞാനത് ഒന്നിൽ കൂടുതൽ തവണ ശ്രമിച്ചതാണ്. ഞാനത് ഒന്നിൽ കൂടുതൽ തവണ ശ്രമിച്ചതാണ്. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് മോർ ദാൻ വൺസ്. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് മോർ ദാൻ വൺസ്. മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം. മോർ ദാൻ വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യത്തിലും കൂടുതൽ, അതായത് ഒന്നിൽ കൂടുതൽ തവണ. ഓക്കെ, സോ ഐ ഹാവ് ട്രൈഡ് ഇറ്റ് മോർ ദാൻ വൺസ്. അത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. അത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് ഐ തോട്ട്. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് ഐ തോട്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ തിങ്ക്, അതായത് തിങ്ക് വിചാരിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് തോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയി. ജസ്റ്റ് ആസ് ഐ തോട്ട്. ഇറ്റ് വാസ് ജസ്റ്റ് ആസ് ഐ തോട്ട്. ഈ രീതിയിൽ ചെയ്യൂ. ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ തരത്തിൽ ചെയ്യൂ. ഡു ഇറ്റ് ദിസ് വേ. ഡു ഇറ്റ് ദിസ് വേ. ഈ രീതിയിൽ ചെയ്യൂ. ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കൂ. ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കൂ. ട്രൈ ടു ഡു ഇറ്റ് ദിസ് വേ. ട്രൈ ടു ഡു ഇറ്റ്, അതായത് ചെയ്യുവാൻ ശ്രമിക്കൂ. ദിസ് വേ, ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ വഴിയിൽ. ട്രൈ ടു ഡു ഇറ്റ് ദിസ് വേ. കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹൗസ് എവറിത്തിങ്? ഹൗസ് എവറിത്തിങ്? ഇതിനെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ഹൗസ് എവറിത്തിങ് ഗോയിങ്? ഹൗസ് എവറിത്തിങ് ഗോയിങ്? ഇവിടെ നമ്മൾ എവറിത്തിങ് ഗോയിങ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഹൗസ് ഇറ്റ് ഗോയിങ്? ഹൗസ് ഇറ്റ് ഗോയിങ്? ഷോർട്ടായിട്ട് ഹൗസ് ഇറ്റ് ഗോയിങ് അങ്ങനെയും പറയാം. ഇതിന്റെ തന്നെ ഒരു വേരിയേഷൻ ആയിട്ട് ഹൗ ആർ തിങ്സ് വിത്ത് യു? ഹൗ ആർ തിങ്സ് വിത്ത് യു? അതായത് നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഹൗ ആർ തിങ്സ് വിത്ത് യു? എല്ലാ കാര്യങ്ങളും ശരിയാക്കിയോ? എല്ലാ കാര്യങ്ങളും ശരിയാക്കിയോ? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായോ? ഹാസ് എവറിത്തിങ് ബീൻ സോർട്ടഡ് ഔട്ട്? ഹാസ് എവറിത്തിങ് ബീൻ സോർട്ടഡ് ഔട്ട്? SORT, സോർട്ട് എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കുക, തരംതിരിക്കുക എന്ന മീനിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു പെട്ടിക്കകത്ത് പല കളറിലുള്ള ചെറിയ പന്തുകൾ ഉണ്ടെങ്കിൽ അതിനെ കളർ പ്രകാരം വേർതിരിക്കണമെങ്കിൽ സോർട്ട് ഔട്ട് ബൈ കളർ എന്നാണ് പറയുക. അല്ലെങ്കിൽ സോർട്ട് ദെം ബൈ കളർ, അതായത് കളർ അനുസരിച്ച് വേർതിരിക്കുക. പക്ഷെ ഈ സെന്റൻസിൽ നമ്മൾ സോർട്ട് ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലത്തെ ഒരു ഫ്രേസൽ വേർബ് ആണ്. ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന അർത്ഥവും ഇതിനുണ്ട്. ഓക്കെ, ആ അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹാസ് എവറിത്തിങ് ബീൻ സോർട്ടഡ് ഔട്ട്? നിന്റെ പ്രശ്നങ്ങൾ ശരിയാക്കിയോ? നിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? ഹാവ് യു സോർട്ടഡ് ഔട്ട് യുവർ പ്രോബ്ലംസ്? ഹാവ് യു സോർട്ടഡ് ഔട്ട് യുവർ പ്രോബ്ലംസ്? നീ നിന്റെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു സോർട്ടഡ് ഔട്ട് യുവർ പ്രോബ്ലംസ്? എനിക്ക് ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്.
I still have some issues to sort out. I still have some issues to sort out. I still have എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ഉണ്ട് ചില പ്രശ്നങ്ങൾ, some issues to sort out, പരിഹരിക്കാൻ. I still have some issues to sort out. അതേപോലെ എനിക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ ശരിയാക്കാനുണ്ട്. എനിക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ ശരിയാക്കാനുണ്ട്. I have a few more issues അല്ലെങ്കിൽ problems to sort out. I have a few more problems to sort out. Few എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി. Few more issues, കുറച്ചുകൂടി പ്രശ്നങ്ങൾ sort out ചെയ്യാനുണ്ട്. I have a few more issues to sort out. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.